ഹലോ എവ്രി വൺ. അങ്ങനെ ഞങ്ങൾ ലണ്ടനിൽ നിന്ന് അത്യാവശ്യം കുറച്ച് പ്ലേസിലൊക്കെ ഇറങ്ങിയുള്ളൂ. വന്നപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് വേഗം ഇരുട്ടാവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് പ്ലേസിലൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചൈന ടൗൺ പോയി. പിന്നെ ലെറ്റോയിൽ പോയതാണ് കേട്ടോ ഏറ്റവും സർപ്രൈസിങ്. ഞാനിതുവരെ അവിടുത്തെ ചീസ് കേക്ക് ആലിയ ഭട്ടിൻ്റെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ചൈന ടൗണിൻ്റെ കുറച്ച് വ്യൂസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചൈന ടൗണിൻ്റെ പിന്നെ അവിടുത്തെ കുറച്ച് ടോയ്സ് ഇതൊക്കെ സെയിലിന് വെച്ചേക്കുന്ന ടോയ്സാണ്. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ പോയത് ലെറ്റോയിലാണ്. ഇപ്പോൾ ലെറ്റോൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഭയങ്കര അട്രാക്റ്റിംഗ് ആയിട്ട് കുറേ കേക്ക്സ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ശരിക്കും മെൽട്ടായി പോകുന്ന കേക്ക്സുകളാണ്. അതാണ് എൻ്റെ ഫ്രണ്ട്. ഈ ഫ്രണ്ടിനെ കാണാനാണ് ഞാൻ ഇപ്രാവശ്യം പോയത് ലണ്ടനിൽ. ഈ കേക്ക്സൊക്കെ കണ്ട് ശരിക്കും വായിന്ന് ഇങ്ങനെ വെള്ളം വരും. അതുപോലത്തെ ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് ആ സ്ട്രോബെറിയുടെ ചുറ്റും ഇങ്ങനെ ജാമൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വ്യൂസാണ് കേട്ടോ. അത് ഫുള്ളിങ്ങനെ ലൈറ്റ് വെച്ചിട്ട് ഭയങ്കര ഒരു അപ്പിയറൻസാണ് അകത്ത് തന്നെ. ഇങ്ങനെ നല്ല രസമുണ്ട് ലെറ്റോൻ്റെ വ്യൂസൊക്കെ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് എനിക്ക് മിൽക്ക് കേക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലെറ്റോൻ്റെ ആലിയ ഭട്ട് ഭയങ്കര ഫേമസ് ആക്കിയതുകൊണ്ട് ഞാനതാണ് ഓർഡർ ചെയ്തത് മെയിനായിട്ട്. ഇപ്പോൾ മിൽക്ക് കേക്കാട്ടോ ഈ കാണുന്നത്. ഇതാണ് അവിടുത്തെ മിൽക്ക് കേക്ക്. അത് വായിൽ വയ്ക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അലിഞ്ഞു പോവും. ഈ ഒരു ചെറിയ പീസിന് തന്നെ അത്യാവശ്യം 12-13 പൗണ്ടൊക്കെ ഉണ്ട്. നോട്ട് വർത്ത് എന്നാണ് ഞാൻ പറയുക. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര റേറ്റ് കൂടുതലാണ് ഈ ഒരു ചെറിയ പീസിന് തന്നെ ഇത്രയും. പിന്നെ എൻ്റെ ഫ്രണ്ട് അവൾ ഓർഡർ ചെയ്തത് ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണ്. ആ ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിക്കൊക്കെ കിട്ടും. എന്താ അതിനെ പറയാമെന്ന് എനിക്കറിയില്ല. ആ സ്റ്റിക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വേണം ഹോട്ട് ചോക്ലേറ്റ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ കഴിക്കണതിൻ്റെയൊക്കെ. ആൻഡ് അത് നല്ല രസമുണ്ടായിരുന്നു. ഞാനും അത് ട്രൈ ചെയ്തായിരുന്നു. ആ ഒരു ഡിപ്പ് ഇങ്ങനെ നല്ല ക്രിസ്പി സാധനം എന്തോ പോലെയായിരുന്നു. പിന്നെ ഇത് കുറച്ച് പുറത്തുനിന്നുള്ള വ്യൂ അല്ലാണ്ട് ഞങ്ങൾ അകത്തുനിന്ന് കുറച്ച് കേക്കിൻ്റെയൊക്കെ വീഡിയോ എടുത്തായിരുന്നു അവിടുത്തെ. ഇതൊക്കെ അവിടുത്തെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കേക്കാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ലെറ്റോയിലെ കേക്കുകളൊക്കെ. ഇതാണ് ആ മിൽക്ക് കേക്ക് ഞാൻ ഓർഡർ ചെയ്തത്. അത് അത്യാവശ്യം കൊള്ളാം കേട്ടോ. അത് വായിലിടുമ്പോഴേക്കും അലിഞ്ഞു പോകണോണ്ട് ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അതിൻ്റെ ബോട്ടം പോർഷനിലൊന്ന് പോയായിരുന്നു ലെറ്റോൻ്റെ ആ കഫേയുടെ അകത്ത്. അവിടെ ആരും ഇല്ല ബോട്ടമിൽ. ടോപ്പിലാണ് 3-4 പേര്, കുറച്ച് പേരേ ഉള്ളൂ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ബൈ ഒക്കെ പറഞ്ഞ് പോന്നു. പിന്നെ തിരിച്ചു പോകുമ്പോൾ ബിഗ് ബെന്നിൻ്റെ വ്യൂ ആണ് ട്രെയിനിൽ നിന്ന്. ചെറുതായിട്ടിങ്ങനെ ലൈറ്റൊക്കെ കാണുന്നത്. ഞാനപ്പോൾ വീഡിയോ എടുത്തേ ഉള്ളൂ. ബൈ.